സുവിശേഷ വേല ചെയ്യണം, ബൈബിൾ ക്ലാസ് എടുക്കണം, അല്ലെ ശുശ്രൂഷ ചെയ്യണം, ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മടിയാ. എൻ്റെ അമ്മ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുമ്പം പറയാറുണ്ട്. ഞാൻ പറയുന്നത് പിന്നാട്ടെ ഉടനെ അമ്മയുടെ ഭാഷ എന്തുവാടാ, പട്ടി പുതപ്പ് മേടിക്കുന്ന പോലാന്ന് തോന്നുന്നു. അമ്മ ചോദിക്കുന്ന പട്ടി പുതപ്പ് മേടിക്കുന്ന എങ്ങനെയാണെന്നറിയാം? ഞാൻ അമ്മ പറഞ്ഞാൽ കേട്ടെ. നല്ല തണുപ്പ് അങ്ങോട്ട് വരുമ്പോൾ പട്ടി നാളെ എന്തായാലും പുതപ്പ് മേടിച്ചേച്ചേ, ആ വാലെല്ലാം ചുരുട്ടി വെച്ച് നേരം വെളുത്തുമ്പോൾ സൂര്യനെടുത്ത് വെച്ച് പട്ടി കുടഞ്ഞേച്ച് പുതപ്പിൻ്റെ കാര്യം മറന്നു. പിന്നെ വൈകിട്ട് വന്ന് മാണ്ട് കിടക്കുക. പാതിരാത്രി ആകുമ്പോൾ നല്ല തണുപ്പ്. അന്നേരം പട്ടി പറ നാളെ എന്തായാലും ഇതാ പട്ടി പുതപ്പ് മേടിക്കുന്നത്. പുതപ്പ് മേടിച്ച് നടക്കുമോ? ഇല്ല എന്നും പറയുന്നുണ്ട് പുതപ്പ് മേടിക്കുമെന്ന്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ലഭിച്ച ദൈവകൃപ വ്യാപാരം ചെയ്യണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. കൃപയുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് വന്നത്, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ വരത്തില്ല ആരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ദൈവകൃപ. ഒരു കുഞ്ഞുങ്ങൾ പോലും കൃപയില്ലെന്നോർത്ത് പാരപ്പെടരുത്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരാരാധനയ്ക്കെങ്കിലും വന്ന് സംബന്ധിക്കണമെങ്കിൽ അത് കൃപയുള്ളത് കൊണ്ടാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജനനം മുതൽ മരണം വരെ, അല്ല അങ്ങ് നിത്യതയിലെത്തുന്നത് വരെ എല്ലാം വിശ്വാസത്താല. വിശ്വാസം കൂടാതെ ഒന്നും നടക്കത്തില്ല. എല്ലാം വിശ്വാസത്താൽ. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. വേദപുസ്തകത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പരാമർശിച്ച അധ്യായമാണ് 11-ാം അധ്യായം എബ്രായ ലേഖനം. അതിൽ വിശ്വാസം എന്ന വാക്ക് തന്നെ ധാരാളം പ്രാവശ്യം ഇതിനകത്ത് എത്ര പ്രാവശ്യമാണ്? 20. എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. എനിക്കൊന്ന് ഇവിടെ എഴുതിയെടുത്തിച്ച് വീട്ടിൽ കൊണ്ട് കീറിക്കളയാണോ എന്നുള്ളതാണ്. അതിൻ്റെ നിർവചനമാണ് 1-ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഓരോ ദൈവ പൈതലിൻ്റെയും ജനനം മുതൽ എല്ലാം വിശ്വാസത്താൽ. അതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഒന്ന്, വിശ്വാസത്താലാണ് നമ്മുടെ ജനനം. 23-ാം വാക്യം വായിച്ചേ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ. അപ്പോൾ ഒരു ദൈവ പൈതൽ വീണ്ടും ജനിക്കുന്നത് വിശ്വാസത്താലാണ്. സ്തോത്രം. വിശ്വാസത്താലാണ് നമ്മുടെ വീണ്ടും ജനനം. യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും മരിച്ചു. അവിടുത്തെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങളും പരിഹരിപ്പാൻ പര്യാപ്തമായതാണ്. യേശുക്രിസ്തു എന്നെ രക്ഷിക്കും. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് എനിക്ക് രക്ഷ. ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ് ആ വീണ്ടും ജനനം നടക്കുന്നത്. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ, അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ വളർച്ച വിശ്വാസത്താൽ. വിശ്വാസത്താൽ ജനിച്ച വ്യക്തികൾ വിശ്വാസത്തിൽ വളരണം. പത്രോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെ: രക്ഷയ്ക്കായിട്ട് വളരുവാൻ. രക്ഷയ്ക്കായി വളരുവാൻ. 2-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. അല്ലല്ല, പത്രോസിന്റെ 1-ാം ലേഖനം 2-ന്റെ 1. അത് എബ്രായ ലേഖനമായി ഇപ്പം വായിച്ചേ. എന്നാൽ കള്ളപ്രവാചകന്മാരും. അത് പത്രോസിന്റെ 2-ാം ലേഖനമാ അമ്മ കയറി വായിച്ചത്. ഇവിടെ ആരായിട്ട് വായിച്ചു? ആകയാൽ സകല ദുഷ്ടതയും
എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും. അപ്പം ഇങ്ങോട്ട് നോക്കിക്കേ, ഈ 5 കൂട്ടം കാര്യം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യമാണ് പാല്. വിശേഷിച്ച് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കർക്കശമായി വൈദ്യശാസ്ത്രം പറയാറുണ്ട്, പരസ്യം കൊടുക്കാറുണ്ട്, എഴുതി വെക്കാറുണ്ട്, ഫോട്ടോ വരെ കാണിക്കും. അമ്മയുടെ മുലപ്പാല് കുഞ്ഞിന് കൊടുക്കണം, അത് വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അമ്മയ്ക്ക് മുലപ്പാല് കുറവാണെങ്കിൽ അതിന് തത്തുല്യമായ വേറെ മാർഗങ്ങളുണ്ട്. ആ പൊടിയാന്നേ പൊടി, പാലാന്നേ പാല്, അത് മേടിച്ച് കാച്ചി അതിൻ്റെ പരുവത്തിന് പിള്ളേർക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് പാല്. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചതാ, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പാലിനെ പറ്റി പറയുന്നത് പാല് സമ്പൂർണ്ണാകാരമെന്ന, ഇല്ലയോ? ഇപ്പം വേറെ കണ്ടുപിടുത്തങ്ങൾ ഉള്ളത് പാല് കുടിക്കരുതെന്നും ഉണ്ട്. വെളുത്ത സാധനം ഒന്നും പാടില്ല എന്ന് അങ്ങനെയും പഠനമുണ്ട്. അതിൽ ഏറെക്കുറെ അനുവർത്തിക്കുന്നവരുമുണ്ട്. വെളുത്ത സാധനം ഒന്നും പാടില്ല. സ്തോത്രം ആട്ടെ. അപ്പം എന്തായാലും പാല് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ആത്മീക ശൈശവത്തിനുള്ള ഒരു ദൈവ പൈതലിന് അത്യാവശ്യമാണ് വചനമെന്ന മായമില്ലാത്ത പാല്. അത് കുടിക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ഈ കൃപയിൽ വരുന്ന ദൈവ പൈതൽ എന്നും വേദപുസ്തകം വായിക്കണം. എന്നും. കണ്ടിട്ട് ഒരാഴ്ചയായി, പിന്നെ എന്നും. ഞായറാഴ്ച 8:30 7:30 നമുക്കിവിടെ 8 ആയതുകൊണ്ട്, അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴാണ് തപ്പുന്ന വേദപുസ്തകം. എൻ്റെ വേദപുസ്തകം എന്ത് ചെയ്യടി? എൻ്റെ ബൈബിള്. ബൈബിളെന്ന് പോലും പറയാം, എൻ്റെ ബൈബിള്. ഉടനെ പെമ്പള ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എവിടെ കൊണ്ടാ വെച്ചേ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ടീപ്പോട്ട് അടിയിലാണ് വെച്ചേ. അവിടെ കാണുന്നില്ല. തപ്പുക. അതല്ല, എന്നും ദൈവവചനം വായിച്ച് ധ്യാനിക്കണം. ഞാൻ ഇടുക്കിയിലെ സഭയുടെ ചാർജിലിരുന്ന സമയത്ത് ഷാജി ഇടുക്കി എന്ന് പറയുന്ന കർത്തൃദാസൻ്റെ വീടും അവിടെയാണ്. അവരാ സഭയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, ഒരു ഭവനം. അപ്പം ഷാജി സാറിൻ്റെ അമ്മ മേരിക്കൊച്ചമ്മ നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവ്. അമ്മച്ചി നല്ല കൃഷിക്കാരിയാണ്. ഞാൻ അവരുടെ ശുശ്രൂഷകനാണ്. ആ അമ്മയെ ഒരിക്കലും മറക്കാനൊക്കത്തില്ല, ഒരിക്കലും. അമ്മ കടന്നുപോയി എങ്കിലും മിക്കപ്പോഴും ഞാൻ ഓർക്കും. വീട്ടിലെന്ത് സാധനം എടുത്താലും ഒരു വിഹിതം പെയ്ത്തോമിലുണ്ട്. ഒരു ചെറിയ അച്ചാറിട്ടാലും അതിൻ്റെ ഒരു വിഹിതം മേരി കൊച്ചമ്മ എനിക്ക് തരും പെയ്ത്തോമിൽ. തുറ. അവരുടെ വീട്ടു സാധനം മേടിക്കുമ്പോൾ അതുപോലെ തന്നെ ആ പലചരക്ക് കടയിൽ നിന്ന് പെയ്ത്തോമിലോട്ടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേരി കൊച്ചമ്മ. തേങ്ങ ഇട്ടാൽ ആദ്യം നല്ലത് തിരിഞ്ഞു മാറ്റും പെയ്ത്തോമിൽ. കപ്പ പറിച്ചാൽ അതിലേറ്റവും നല്ല കിഴങ്ങ് പെയ്ത്തോമിൽ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് തളയ്ക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നെന്നായിരിക്കും. അല്ല, നിങ്ങളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ആർക്കും ആ തൊഴിലൊന്നുമില്ല. അത് എന്നോടൊന്നല്ല, അവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരോടും മേരി കൊച്ചമ്മ.
മറക്കാനൊക്കത്തില്ല. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതാ. ദൈവമക്കൾ, അതൊരു നല്ല മാതൃകയാണ്, അത് ചെയ്യണം. ഞായറാഴ്ച നാളിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഇത് കർക്കശമായി നിങ്ങൾ ചെയ്യണം. മിക്കവാറും നമുക്ക് ദൈവം തരുന്ന നന്മയുടെ ഒരു വിഹിതം ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുവരണം. പണ്ടൊക്കെ ഞായറാഴ്ച അമ്മമാരും പിള്ളേരും ഒക്കെ വരുമ്പോൾ കയ്യിൽ പൊതി കാണും, പിടിയരി. അതവിടെ കൊണ്ടുവെക്കും. ഇപ്പം പിന്നെ പാസ്റ്റർമാർക്കും വയ്യ ചോറും അരിയൊന്നും കഴിക്കാൻ വയ്യ, അതുങ്ങൾക്കും വയ്യ, എന്നാലും കൊടുത്തോണം. സ്തോത്രം. വ്യവസ്ഥയതാ. വീട്ടിലെന്തെടുത്താലും അതിൻ്റെ ഒരു വിഹിതം ഫെയ്ത്ത് ഹോമിലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വേല വളർന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ അത് ഫെയ്ത്ത് ഹോമിൽ കൊണ്ട് കൊടുക്കുമ്പോൾ പാസ്റ്ററും ഭാര്യയും കൊണ്ട് തന്നെ അത് തിന്നരുത്. വീട്ടിലാരും വരുമ്പോൾ അവർക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൂടെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്തോത്രം. ഇഷ്ടം പോലെ ആൾക്കാർ. ആട്ടെ, അപ്പം ഇത് കർത്താവിൻ്റെ നാമത്തിന് ചെയ്യണം. ഞാൻ പിന്നീട് ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാം. ഈ ക്ലാസ് ഒന്ന് കഴിയട്ടെ, വേറെ ക്ലാസ് ഉണ്ടല്ലോ. എങ്ങനെയാണ് കൊടുക്കണ്ടേ, എങ്ങനെ കൊടുക്കണം, ആര് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഏത് വിധത്തിൽ കൊടുക്കണം, കൊടുക്കുമ്പം എന്തൊക്കെ ആയിരിക്കും, അതെല്ലാം പിന്നെ ഒരു ദിവസം എടുക്കാം. അപ്പോൾ ആ മേരി കൊച്ചമ്മയുടെ വീട്ടിലെ ജോലിക്ക് വന്ന ഒരു സഹോദരി ഞങ്ങൾ പരിചയപ്പെട്ടു. എഴുത്തും വായന അറിയാൻ മേല, അറിയത്തില്ല, സ്കൂളിൽ പോയിട്ടില്ല. അപ്പം എന്നോട് സാക്ഷി പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എഴുത്തും വായനയൊന്നും അറിയത്തില്ലായിരുന്നു, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്തിൽ വന്നു. അപ്പം ചർച്ച ചെല്ലുമ്പോൾ എല്ലാവരും വേദപുസ്തകം തുറന്ന് വായിക്കുകയും പാസ്റ്റർമാർ പ്രസംഗം വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എനിക്കങ്ങ് മനോവേദനയായി. ദൈവമേ, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എനിക്കിങ്ങനെ വായിച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അക്ഷരം ഒന്ന് 10-50 വയസ്സുമായി. ഒത്തിരി ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇനി ഞാൻ പറയുന്നത് ചിലപ്പം വിവാദമാകും, ചിലരെ അംഗീകരിക്കത്തില്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. ആ അമ്മ പറഞ്ഞ സാക്ഷ്യമാണ്. എനിക്ക് വേദപുസ്തകം വായിക്കണം. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചു. 40 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആദ്യ ദിവസം രാത്രിയിൽ ദൈവം ഇവർക്ക് ദർശനം കൊടുത്തു. ആദ്യം ആയെന്നിങ്ങനെ എഴുതി കാണിച്ചു. അതെന്നതാന്ന് പോലും അറിയാൻ മേല. അപ്പം രാവിലെ ഉണർന്നപ്പം മോളോട് പറഞ്ഞു, കൊച്ചെ ഞാനിങ്ങനെ കണ്ട പിക്ചർ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരി അതിങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൾ വേദപുസ്തകം എടുത്ത് ചോദിച്ചു, അമ്മേ തേണ്ടി ഈ ഭാഗത്ത് വല്ലതുമാണ്. അപ്പോൾ തേണ്ടി ഇതാ കണ്ടത്, ആദിയിൽ ദൈവം. അപ്പം ഇതാ ഞാൻ കണ്ട. അപ്പം അവൾ അക്ഷരവും പഠിപ്പിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇവൾ അക്ഷരം പഠിപ്പിക്കുന്നെങ്കിലും രാത്രിയിൽ ഓരോ അക്ഷരം ഓരോ വാക്കും ദൈവം എഴുതി കാണിക്കും. മോള് പഠിപ്പിക്കുന്നുണ്ട്, അതൊന്നുകൂടെ ഉറപ്പിച്ച് രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കാണും. ഓരോ അക്ഷരവും വാക്കുകളും എല്ലാം എഴുതി. ചുരുക്കി പറഞ്ഞാൽ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. പിന്നീട് ദൈവദാസന്മാരെ ആ സഭയിൽ ചെന്ന് ശുശ്രൂഷിച്ചാൽ ഈ അമ്മയാ വേദപുസ്തകം വായിച്ചു കൊടുക്കുന്നത്. കണ്ടോ? അപ്പോൾ വിദ്യാഭ്യാസമില്ല, കഴിവില്ല എന്നോർത്ത് നീ പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ദൈവസന്നിധി മുഴങ്കാലം അടക്കണം. ദൈവം ജ്ഞാനാത്മാവി നിറയ്ക്കുവാൻ വിശ്വസ്തനും ശക്തനുമാണ്.